ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് മടക്കി DGP. റിപ്പോർട്ട് അവ്യക്തമാണെന്നും വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും കോട്ടയം SP-ക്ക് നിർദ്ദേശം നൽകി. ആത്മകഥ ചോർന്നതിലും ഇ.പി. ജയരാജന്റെയും രവി DC-യുടെയും മൊഴിയിലും റിപ്പോർട്ടിൽ വ്യക്തതയില്ല. ആത്മകഥ വിവാദവുമായി ബന്ധപ്പെട്ട് കോട്ടയം SP-യാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ റിപ്പോർട്ട് DGP-ക്ക് സമർപ്പിച്ചപ്പോഴാണ് അന്വേഷണത്തിൽ വ്യക്തതയില്ലെന്ന് കണ്ടെത്തിയത്. പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ എങ്ങനെ ചോർന്നു എന്നായിരുന്നു അറിയേണ്ടിയിരുന്നത്. അതറിഞ്ഞാൽ മാത്രമേ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയൂ. പുസ്തകത്തിന്റെ PDF ചോർന്നത് DC ബുക്സിൽ നിന്നാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എങ്ങനെ ചോർന്നു എന്നതിലും ആര് ചോർത്തി എന്നതിലും വ്യക്തതയില്ല. ഇതിനാലാണ് സംഭവം വീണ്ടും അന്വേഷിക്കാൻ SP-ക്ക് നിർദ്ദേശം നൽകിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇ.പി. ജയരാജൻ, രവി DC പുസ്തകം തയ്യാറാക്കിയ മാധ്യമപ്രവർത്തകൻ എന്നിവരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും പുസ്തകം എങ്ങനെ ചോർന്നുവെന്ന് വ്യക്തതയില്ല. കൂടാതെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം ഇവരാരുടെയും മൊഴിയിലുമില്ല. അതിനാൽ ഈ മൊഴികൾ വച്ച് അവ്യക്തമായ വിലയിരുത്തൽ മാത്രമാണ് SP DGP-ക്ക് നൽകിയത്. ഏതെങ്കിലും തരത്തിലുള്ള പുനരന്വേഷണത്തിലേക്കോ തുടർ നടപടികളിലേക്കോ ഉള്ള ശുപാർശകളും റിപ്പോർട്ടിലില്ല. അതുകൊണ്ടാണ് റിപ്പോർട്ട് അപൂർണമാണെന്ന വിലയിരുത്തൽ പോലീസ് തലപ്പത്തുണ്ടായിരിക്കുന്നത്.